ഈശോയുടെ മഹത്വപൂർണമായ ആഗമനത്തെയും ലോകാവസാനത്തെയും കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും വിശുദ്ധ പാരമ്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കത്തോലിക്ക തിരുസഭ എന്താണ് പഠിപ്പിക്കുന്നത് എന്നാണ് ഈ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈശോയുടെ മഹത്വപൂർണമായ ആഗമനത്തെ സാധാരണയായി പലപ്പോഴും നാം പറയുന്നത് രണ്ടാമത്തെ ആഗമനം എന്നാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെയും രണ്ടാമത്തെ ആഗമനം എന്നൊരു പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കുകയില്ല. മഹത്വപൂർണമായ ആഗമനത്തെ നാം രണ്ടാമത്തെ ആഗമനം എന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണം ഈശോ ഒരിക്കൽ വന്നു കഴിഞ്ഞു എന്നതുകൊണ്ടാണ്. വിശുദ്ധ ഗ്രന്ഥം ഉടനീളം ഈശോയുടെ മഹത്വപൂർണമായ ആഗമനത്തെക്കുറിച്ചുള്ള സൂചനകളുണ്ട്, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ. ഈശോ തന്നെ തൻ്റെ മഹത്വപൂർണമായ ആഗമനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും അവസാനത്തെ വാചകം ആദിമ ക്രിസ്ത്യാനികളുടെ ഒരു പ്രാർത്ഥനയായിരുന്നു, മാറാനാത്ത, കർത്താവെ വന്നാലും. വിശുദ്ധ ഗ്രന്ഥം അവസാനിക്കുന്നത് ഈ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ്. എപ്പോഴാണ് കർത്താവ് വരുന്നത്? ഇക്കാര്യത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ രണ്ട് വ്യത്യസ്ത ആശയങ്ങൾ കാണാൻ സാധിക്കും. ആദ്യം അവർ വിചാരിച്ചിരുന്നത്, ആദിമ ക്രിസ്ത്യാനികൾ കരുതിയിരുന്നത്, ഈശോ ഉടനെ വരും, പെട്ടെന്ന് തന്നെ വരും എന്നായിരുന്നു. പൗലോസ്ലീഹായുടെ ആദ്യകാല ലേഖനങ്ങളിലെല്ലാം ഈ ആശയം കാണാൻ നമുക്ക് സാധിക്കും. കർത്താവ് പെട്ടെന്ന് വരും, ഉടനെ വരും എന്ന വിശ്വാസം. കർത്താവ് ഉടനെ വരും എന്ന വിശ്വാസത്തിൽ നിന്ന് പിന്നീട് കർത്താവ് വരും, എന്നാൽ സമയം നമുക്ക് അറിഞ്ഞുകൂടാ എന്ന ഒരു വിശ്വാസത്തിലേക്ക് അവർ തിരിച്ചു വന്നു. ഇപ്രകാരം വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ, പുതിയ നിയമത്തിൽ തന്നെ ഈശോയുടെ മഹത്വപൂർണമായ ആഗമനത്തെക്കുറിച്ച് രണ്ട് ആശയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഉടനെ വരും എന്ന ചിന്തയിൽ നിന്ന് കർത്താവ് വരും, പക്ഷെ സമയം നമുക്ക് അറിഞ്ഞുകൂടാ എന്ന ചിന്തയിലേക്കുള്ള ഒരു വളർച്ച, വികാസം വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ വ്യക്തമാണ്. ഒരിക്കലും വിശുദ്ധ ഗ്രന്ഥം ഒരു ദിവസമോ സമയമോ ഈശോയുടെ മഹത്വപൂർണമായ ആഗമനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈശോയുടെ മഹത്വപൂർണമായ ആഗമനത്തെക്കുറിച്ചും ലോകാവസാനത്തെക്കുറിച്ചും പലരും നടത്തുന്ന പ്രവചനങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇല്ല. സുവിശേഷങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: കർത്താവ് വരും, നമുക്ക് സമയം അറിഞ്ഞുകൂടാ, അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരുങ്ങിയിരിക്കണം, ഒരുക്കമുള്ളവരായിരിക്കണം, ജാഗരൂകരായിരിക്കണം. ഒരിക്കലും സുവിശേഷം സമയം വ്യക്തമായി പറഞ്ഞിട്ടില്ല, വെളിപ്പെടുത്തിയിട്ടില്ല. ലോകാവസാന പ്രവചനങ്ങൾ ഇന്നും പലരും നടത്തുന്നുണ്ട്. ചിലരെല്ലാം തീയതിയും സമയവും വരെ പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇതിലൊന്നും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. സഭയുടെ ആരംഭ കാലഘട്ടം മുതൽ ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 156 AD 156 ഈശോ വരും എന്ന് പ്രവചിച്ചു തുടങ്ങിയതാണ്. അത് ഇന്ന് വരെയും ഇത്തരം പ്രവചനങ്ങൾ തുടരുന്നു. ആത്യന്തികമായി വിശ്വാസികളായി നാം ചെയ്യേണ്ടത് ഈശോയുടെ ആഗമനത്തിന് ഒരുങ്ങുക എന്നതാണ്. സമയം നമുക്ക് അറിയില്ലെങ്കിലും എപ്രകാരം ഒരുങ്ങണമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട്. ഈശോയുടെ മഹത്വപൂർണമായ ആഗമനത്തിന് മുമ്പ് സംഭവിക്കുന്ന ചില അടയാളങ്ങളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പ്രസ്താവിക്കുന്നുണ്ട്. വ്യാജ മിശിഹാമാരുടെ ആഗമനം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 5-ാമത്തെ തിരുവചനം: പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണ് എന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും. ലോകവ്യാപകമായി യുദ്ധങ്ങൾ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 6-ാമത്തെ തിരുവചനം: നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും, അവയെപ്പറ്റിയുള്ള കിംവദന്തികളും, എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്, കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്.
പ്രകൃതിക്ഷോഭങ്ങളും ഭൂകമ്പങ്ങളും. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 7 തിരുവചനം. ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും. ആകാശഗോളങ്ങളുടെ പതനവും ആകാശത്തിൽ മനുഷ്യപുത്രൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടലും. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 30 തിരുവചനവും മർക്കോസിൻ്റെ സുവിശേഷം 13 അധ്യായം 24 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളും ഇക്കാര്യങ്ങളാണ് പ്രസ്താവിക്കുന്നത്. ആ പീഡനങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരുകയില്ല, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് നിപതിക്കും, ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടും. ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിൽ ആകാശശക്തികൾ ഇളകും എന്ന് പ്രതിപാദിച്ചിരിക്കുന്നത് സകല പ്രാപഞ്ചിക ശക്തികളെക്കാളും വലിയ ശക്തിയും പ്രതാപവുമാണ് ഈശോയ്ക്കുള്ളത് എന്ന് വ്യക്തമാക്കുകയാണ്. വലിയ പ്രതാപത്തോടും ശക്തിയോടും കൂടെ മഹത്വപൂർണനായാണ് കർത്താവ് വരുന്നതെന്ന് സുവിശേഷകൻ അവതരിപ്പിക്കുന്നു. മറ്റൊരടയാളം വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് മതപീഡനമാണ്. സുവിശേഷങ്ങളിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 9 തിരുവചനം ഇപ്രകാരമാണ്: അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും, അവർ നിങ്ങളെ വധിക്കും, എൻ്റെ നാമനിമിത്തം സർവ്വജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും എന്ന് മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 12 തിരുവചനത്തിൽ നാം വായിക്കുന്നു. ഇത്തരം അടയാളങ്ങൾ രേഖപ്പെടുത്തുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്നത് നിങ്ങൾ കാണും എന്ന ഈശോയുടെ തിരുവചനമാണ്. വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ഈ വചനഭാഗത്തിന് നൽകപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വചനത്തിന് പഴയ നിയമ പശ്ചാത്തലമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ച വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണത്തെക്കുറിച്ച് ഈശോ തന്നെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. ഈശോയുടെ മഹത്വപൂർണമായ ആഗമനത്തെക്കുറിച്ച് സുവിശേഷങ്ങൾ അവതരിപ്പിക്കുമ്പോൾ 2 കാര്യങ്ങൾ സുവിശേഷകന്മാരുടെ മനസ്സിലുണ്ട്. ഒന്ന് ഈശോയുടെ മഹത്വപൂർണമായ ആഗമനമാണ്, മറ്റൊന്ന് ജെറുസലമിൻ്റെ നാശമാണ്. ജെറുസലമിൻ്റെ നാശത്തെക്കുറിച്ചും ലോകാവസാനത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ ഇടകലർന്നാണ് സുവിശേഷങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രപരമായി ചിന്തിക്കുമ്പോൾ വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്നത് നിങ്ങൾ കാണും എന്നത് വിശുദ്ധ നഗരമായ ജെറുസലമിലും ദേവാലയത്തിലും AD 70 റോമാക്കാർ പ്രവേശിക്കുന്നതും അതിനെ നശിപ്പിക്കുന്നതിനെയും കുറിച്ചാണെന്ന് ബൈബിൾ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഒരുപാട് അടയാളങ്ങൾ ഈശോയുടെ ആഗമനത്തിന് മുൻപ് സംഭവിക്കുമെന്ന് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുമ്പോഴും ഏതെങ്കിലും ഒരു പ്രത്യേക അടയാളം കണ്ടു എന്നതിൻ്റെ പേരിൽ ഈശോ പെട്ടെന്ന് വരും എന്ന് പറഞ്ഞ് ഒരു തീയതിയോ സമയമോ പ്രഖ്യാപിക്കുന്നത് സുവിശേഷത്തിന് നിരക്കുന്നതല്ല. കാരണം നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ ഈശോ എപ്പോൾ വരുമെന്ന് ദൈവത്തിന് മാത്രം അറിയാവുന്ന സത്യമാണ്. ഈശോയുടെ മഹത്വപൂർണമായ ആഗമനവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമാണ് അന്തിക്രിസ്തു. ആന്തിക്രിസ്തോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആൻറ്റി ക്രൈസ്റ്റ് എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ ഉത്ഭവം. മലയാളത്തിൽ അന്തിക്രിസ്തു എന്ന് നമ്മൾ ഇതിനെ തർജ്ജമ ചെയ്തിട്ടുണ്ടെങ്കിലും ക്രിസ്തുവിനെതിരെ, ക്രിസ്തു വിരോധി, ക്രിസ്തുവിനെ എതിർക്കുന്നവൻ എന്നൊക്കെയാണ് കൃത്യമായ ഇതിൻ്റെ അർത്ഥം. വിശുദ്ധ ഗ്രന്ഥത്തിൽ യോഹന്നാൻ്റെ ലേഖനങ്ങളിൽ അന്തിക്രിസ്തുവിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലും 4-ാം അധ്യായം 3-ാമത്തെ തിരുവചനത്തിലും യോഹന്നാൻ്റെ 2-ാം ലേഖനം 7-ാമത്തെ തിരുവചനത്തിലുമൊക്കെ ഇത് നമുക്ക് കാണാൻ സാധിക്കും. അന്തിക്രിസ്തുവിനെക്കുറിച്ചുള്ള ചില സൂചനകൾ മറ്റു ചില പുതിയ നിയമഭാഗങ്ങളിലും കാണാം.
വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കായിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 3-ാമത്തെ തിരുവചനം ഇതിനൊരു ഉദാഹരണമാണ്. മിശിഹായിൽ പൂർത്തിയായ ദൈവത്തിൻ്റെ പ്രവർത്തികളെ എതിർക്കുന്ന ശക്തിയാണ് അന്തിക്രിസ്തു. ഈ ഒരു ആശയത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത് വ്യാജ മിശിഹ എന്ന ആശയമാണ്. മിശിഹായാണെന്ന ഭാവത്തിലൂടെ, നാട്യത്തിലൂടെ, തെറ്റായ പഠനങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും വിശ്വാസത്തെ വഴിതെറ്റിക്കുന്നവനാണ് വ്യാജ മിശിഹ. വെളിപാട് പുസ്തകത്തിൽ അന്തിക്രിസ്തു എന്ന പദം പ്രയോഗിച്ചിട്ടില്ല. ക്രിസ്തുവിൻ്റെയും സഭയുടെയും എതിരാളിയായ മൃഗം എന്നും കുപ്രസിദ്ധയായ വേശ്യ എന്നുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സഭയെ പീഡിപ്പിച്ച റോമൻ ചക്രവർത്തിയുടെയും റോമാ സാമ്രാജ്യത്തിൻ്റെയും പ്രതീകങ്ങളാണ് ഇവ. അന്തിക്രിസ്തു ആരാണെന്നും എന്താണെന്നും എന്നതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ സഭാചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സഭാപിതാക്കന്മാർ വ്യത്യസ്ത രീതികളിലാണ് അന്തിക്രിസ്തുവിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ പോളികാർപ്പിൻ്റെ വീക്ഷണത്തിൽ തെറ്റായ പ്രബോധനങ്ങൾ നടത്തുന്നവരെല്ലാം അന്തിക്രിസ്തുമാരാണ്. വെളിപാട് പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന ദുഷ്ടമൃഗമാണ് അന്തിക്രിസ്തു എന്ന അഭിപ്രായമാണ് റോമിലെ ഹിപ്പോളിറ്റസിനുള്ളത്. പൗലോസ് ശ്ലീഹ പ്രസ്താവിക്കുന്ന പാപത്തിൻ്റെ മനുഷ്യൻ, വെളിപാട് പുസ്തകത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന ദുഷ്ടമൃഗം, അന്തിക്രിസ്തു എല്ലാം ഒന്നു തന്നെയാണെന്നാണ് സഭാപിതാവായ ഇരണേവൂസ് അവതരിപ്പിക്കുന്നത്. പ്രാചീന ക്രൈസ്തവ ഗ്രന്ഥകാരനായ തെർത്തുല്യൻ്റെ അഭിപ്രായത്തിൽ റോമാ സാമ്രാജ്യമാണ് അന്തിക്രിസ്തു. ഡമാസ്കസിലെ വിശുദ്ധ ജോണിൻ്റെ വീക്ഷണത്തിൽ അന്തിക്രിസ്തു വ്യഭിചാരത്തിൽ ജനിക്കുന്ന ഒരു മനുഷ്യനാണ്. സാത്താൻ്റെ സഹായവും ശക്തിയുമുള്ള ഈ വ്യക്തിയെ യഹൂദർ സഹർഷം സ്വീകരിക്കും. ഇയാൾ ചില അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ച് അനേകരെ വഴിതെറ്റിക്കും. അന്തിക്രിസ്തു സഭയെ പീഡിപ്പിക്കും. ഇപ്രകാരമാണ് വിശുദ്ധ ജോൺ ഡമഷ്യൻ, ദമാസ്കസിലെ വിശുദ്ധ ജോൺ അന്തിക്രിസ്തുവിനെ കുറിച്ച് അവതരിപ്പിക്കുന്നത്. എന്താണ് കത്തോലിക്ക തിരുസഭയുടെ ഔദ്യോഗികമായ പ്രബോധനം? അന്തിക്രിസ്തു ആരാണ്, എന്താണ് എന്നതിനെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 675, 676 എന്നീ ഖണ്ഡികകളിൽ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്: ക്രിസ്തുവിൻ്റെ ദ്വിതീയ ആഗമനത്തിന് മുൻപ് സഭ ഒരു അന്തിമ പരീക്ഷണത്തിലൂടെ കടന്നുപോകും. മതപരമായ ഒരു വഞ്ചനയുടെ രൂപത്തിലായിരിക്കുമത്. അത് പല വിശ്വാസികളുടെയും വിശ്വാസത്തെ പിടിച്ചു കുലുക്കും. സത്യത്തെ പരിത്യജിച്ച് മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പ്രത്യക്ഷമായ ഒരു പരിഹാരമാർഗം വാഗ്ദാനം ചെയ്യുന്ന വഞ്ചനയുടെ രൂപമാണത്. മതപരമായ പരമവഞ്ചന അന്തിക്രിസ്തുവിൻ്റേതാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ സ്ഥാനത്ത് തന്നെ മഹത്വപ്പെടുത്തുന്ന മിഥ്യയായ മിശിഹാവാദമാണത്. ചരിത്രത്തിനതീതമായി മാത്രം സാക്ഷാത്കരിക്കപ്പെടാൻ കഴിയുന്ന മെസയാനിക പ്രത്യാശയെ ചരിത്രത്തിൽ സാക്ഷാത്കരിക്കാമെന്ന അവകാശവാദങ്ങളെല്ലാം അന്തിക്രിസ്തുവിൻ്റേതാണ്. ചുരുക്കത്തിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥവും കത്തോലിക്ക സഭയും അന്തിക്രിസ്തു ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയാണെന്ന് പഠിപ്പിക്കുന്നില്ല. അതേസമയം സഭ ഈശോയുടെ മഹത്വപൂർണ്ണമായ രണ്ടാമത്തെ ആഗമനത്തിനു മുൻപ് ഒരു അന്തിമ പരീക്ഷണത്തിലൂടെ കടന്നു പോകുമെന്ന് കൃത്യമായി സഭ പഠിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ക്രിസ്തുവിനെ എതിർക്കുന്നവൻ, ക്രിസ്തുവിൻ്റെ പ്രബോധനത്തെ എതിർക്കുന്നവൻ അന്തിക്രിസ്തുവാണ്. അത് ഒരു ആശയമായാലും ഒരു പ്രസ്ഥാനമായാലും ഒരു വ്യക്തിയായാലും ക്രിസ്തുവിനെ എതിർക്കുന്നവർ അന്തിക്രിസ്തുമാരാണ്. ഈശോയുടെ മഹത്വപൂർണ്ണമായ ആഗമനവുമായി ബന്ധപ്പെടുത്തി ചില സെക്റ്റുകൾ പഠിപ്പിക്കുന്ന അബദ്ധ പ്രബോധനമാണ് സഹസ്രാബ്ദ വാഴ്ച.
വെളിപാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളിൽ മിശിഹായോടുകൂടെ 1000 വർഷം ഭരണം നടത്തുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഈ തിരുവചന ഭാഗത്തെ വാച്യാർത്ഥത്തിൽ വ്യാഖ്യാനിച്ച് ലോകാവസാനത്തിന് മുൻപ് ഈശോ ഭൂമിയിൽ വന്ന് തൻ്റെ വിശുദ്ധരോടൊത്ത് 1000 വർഷം ഭരണം നടത്തുമെന്ന് ചിലർ പഠിപ്പിക്കുന്നു. സഹസ്രാബ്ദ വാഴ്ച അഥവാ മില്ലനേറിയനിസം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കേരളത്തിലെ ആവിർഭവിച്ച ചില സെക്റ്റുകൾ പോലും ഇക്കാര്യം പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. കത്തോലിക്ക തിരുസഭ ഈ വചനഭാഗത്തെ വാച്യാർത്ഥത്തിൽ മനസ്സിലാക്കുന്നില്ല, വ്യാഖ്യാനിക്കുന്നില്ല. എന്നാൽ വിവിധ സെക്റ്റുകൾ ഇതിനെ വാച്യാർത്ഥത്തിൽ മനസ്സിലാക്കി 2 രീതിയിലുള്ള വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. ചിലർ ഈശോ വന്നതിന് ശേഷം 1000 വർഷത്തെ ഭരണം നടത്തി അതിനുശേഷമായിരിക്കും ലോകത്തിൻ്റെ അവസാനം എന്ന് പഠിപ്പിക്കുന്നു. മറ്റു ചിലർ 1000 വർഷത്തേക്ക് ക്രിസ്തുമതം ലോകത്തെ ഭരിച്ച് ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ ആഗമനത്തിന് വേണ്ടി ജനങ്ങളെ മുഴുവൻ ഒരുക്കിയിട്ടായിരിക്കും ഈശോ വരുന്നത് എന്ന് പഠിപ്പിക്കുന്നു. രണ്ടും വാച്യാർത്ഥത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ്. ഒരു വശത്ത് 1000 വർഷത്തെ ഭരണം ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ, മറുവശത്ത് ചില സെക്റ്റുകൾ പഠിപ്പിക്കുന്നത് 1000 വർഷത്തെ ഭരണം നടത്തുന്നത് ക്രിസ്തു മതമാണ് എന്നാണ്. കത്തോലിക്ക സഭ ഈ 2 വ്യാഖ്യാനങ്ങളെയും തള്ളിക്കളയുന്നു. കത്തോലിക്ക സഭയുടെ വ്യാഖ്യാനമനുസരിച്ച് 1000 എന്നത് വാച്യാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ഒന്നല്ല. വെളിപാട് പുസ്തകത്തിൽ പറയുന്ന സംഖ്യകളും പ്രതീകങ്ങളും വാച്യാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ വലിയ തെറ്റ് സംഭവിക്കുമെന്നാണ് സഭ കരുതുന്നത്. അതുകൊണ്ട് ഈശോ ഈ ഭൂമിയിലേക്ക് വന്ന് നിത്യകാലത്തേക്ക് ഭരണം നടത്തും എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1000 വർഷത്തെ ഭരണം സഹസ്രാബ്ദ വാഴ്ച എന്ന ആശയത്തെ കത്തോലിക്ക തിരുസഭ തള്ളിക്കളയുന്നു. ഈശോയുടെ മഹത്വപൂർണമായ ആഗമനത്തിൽ ഈ പ്രപഞ്ചത്തിന്, ഈ ലോകത്തിന് എന്ത് സംഭവിക്കും? പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള തിരുവചനത്തെ അടിസ്ഥാനമാക്കി ഈശോയുടെ മഹത്വപൂർണമായ ആഗമനത്തിന് മുൻപ് ഈ പ്രപഞ്ചം മുഴുവൻ അഗ്നിക്കിരയാക്കുമെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ ഈ വിശുദ്ധ ഗ്രന്ഥഭാഗത്തെ വാച്യാർത്ഥത്തിൽ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല എന്നാണ് കത്തോലിക്ക സഭയുടെ നിലപാട്. ഈ വചനഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്ന തീ ന്യായവിധിയെയും വിശുദ്ധീകരണത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥകർത്താവ് പകർന്നു നൽകുന്ന ആശയം വളരെ വ്യക്തമാണ്. അന്ത്യവിധി നാളിൽ എല്ലാം ദൈവത്തിൻ്റെ ന്യായവിധിക്ക് വിധേയമാകും. തിന്മയുടെയും അശുദ്ധിയുടെയുമായ എല്ലാ ഘടകങ്ങളും നശിപ്പിക്കപ്പെടും. അപ്രകാരം നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും സംജാതമാകും. സൃഷ്ടപ്രപഞ്ചം സ്രഷ്ടാവ് നിശ്ചയിച്ച ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്ന അവസ്ഥയെയാണ് ലോകാവസാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥം ഈ പ്രപഞ്ചത്തിൻ്റെ ഉന്മൂല നാശത്തെക്കുറിച്ചല്ല പഠിപ്പിക്കുന്നത്. മറിച്ച് സ്രഷ്ടാവ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചപ്പോൾ തന്നെ എന്ത് ലക്ഷ്യത്തോടെ സൃഷ്ടിച്ചുവോ ആ ലക്ഷ്യത്തിലേക്ക് ഈ പ്രപഞ്ചം എത്തിച്ചേരും എന്നാണ്. വെളിപാട് പുസ്തകത്തിൽ പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും കുറിച്ചുള്ള വിവരണമുണ്ട്.
വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളിൽ നമുക്കത് വായിക്കാവുന്നതാണ്. യുഗാന്ത്യത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് വെളിപാട് ഗ്രന്ഥകാരൻ വ്യക്തമാക്കുന്നു. ദൈവം എന്നും തൻ്റെ ജനത്തോടൊപ്പം വസിക്കുന്ന, ദുഃഖമോ വേദനയോ ഇല്ലാത്ത അവസ്ഥയാണത്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള കൂട്ടായ്മ മാത്രമല്ല, പ്രപഞ്ചം മുഴുവൻ രക്ഷയിൽ പങ്കുപറ്റും എന്ന അടിസ്ഥാന ആശയമാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ ഇക്കാര്യം പ്രസ്താവിക്കുന്നുണ്ട്. റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 21 മുതൽ 22 വരെയുള്ള വചനങ്ങൾ ഇപ്രകാരമാണ്: സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതമാവുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുകയും ചെയ്യും. സമസ്ത സൃഷ്ടികളും ഒന്നു ചേർന്ന് ഇതുവരെയും ഈറ്റുനോവ് അനുഭവിക്കുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം. ചുരുക്കത്തിൽ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന ആശയം ഈ പ്രപഞ്ചം കത്തിച്ചാമ്പലാകുമെന്നോ മുഴുവൻ നശിപ്പിക്കപ്പെടുമെന്നോ അല്ല, മറിച്ച് അത് പരിവർത്തന വിധേയമാകും എന്നാണ്. തിന്മയായതിനെയെല്ലാം ദൈവം നശിപ്പിക്കുമെന്നും എന്നാൽ നന്മയായതിനെയെല്ലാം ദൈവം സംരക്ഷിക്കുമെന്നും പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന പ്രയോഗത്തിലൂടെ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് വ്യക്തമാക്കി തരികയാണ്. 2-ാം വത്തിക്കാൻ കൗൺസിലിന് മുൻപ് തിരുസഭയിൽ ഈ വിഷയത്തെക്കുറിച്ച് വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു. ഒരു വിഭാഗം ദൈവശാസ്ത്രജ്ഞന്മാർ ഈ പ്രപഞ്ചം അതേപടി തുടരുമെന്നും മറ്റൊരു വിഭാഗം ഈ പ്രപഞ്ചം അപ്പാടെ നശിപ്പിച്ച് ദൈവം പുതിയൊരു പ്രപഞ്ചം സൃഷ്ടിക്കുമെന്നും പഠിപ്പിച്ചു. എന്നാൽ 2-ാം വത്തിക്കാൻ കൗൺസിൽ ഈ 2 ആശയങ്ങളെയും നിരാകരിച്ചു. 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ തിരുസഭ എന്ന പ്രമാണരേഖയിലും സഭ ആധുനിക ലോകത്തിൽ എന്ന പ്രമാണരേഖയിലും ഇക്കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. സഭ ആധുനിക ലോകത്തിൽ എന്ന പ്രമാണരേഖയിൽ 39-ാം നമ്പറിലും തിരുസഭ എന്ന പ്രമാണരേഖയിൽ 48-ാം നമ്പറിലും 2-ാം വത്തിക്കാൻ കൗൺസിൽ ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്. കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായ പ്രബോധനവും ഇതുതന്നെയാണ്. ലോകാവസാനത്തിൽ ഈശോയുടെ മഹത്വപൂർണമായ 2ാമത്തെ ആഗമനത്തിൽ ഈ പ്രപഞ്ചത്തിലെ നന്മയായ എല്ലാറ്റിനെയും ദൈവം സംരക്ഷിക്കും, തിന്മയായതിനെയെല്ലാം ദൈവം നശിപ്പിക്കും. ഈ സൃഷ്ടപ്രപഞ്ചം മാറ്റത്തിന് വിധേയമാകും. ഇത് എപ്പോൾ സംഭവിക്കുമെന്നോ എങ്ങനെ സംഭവിക്കുമെന്നോ നമുക്കറിഞ്ഞുകൂടാ. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്: ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ രക്ഷയിൽ പങ്കുപറ്റും. ഈശോയുടെ മഹത്വപൂർണമായ ആഗമനത്തെക്കുറിച്ചും ലോകാവസാനത്തെക്കുറിച്ചും കത്തോലിക്ക സഭ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളാണ് ഈ എപ്പിസോഡിൽ നാം വിചിന്തനം ചെയ്തത്. ഈശോയുടെ മഹത്വപൂർണമായ ആഗമനത്തോടൊപ്പം സംഭവിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് മരിച്ചവരുടെ പുനരുത്ഥാനവും അന്ത്യവിധിയും. ഈ 2 വിഷയങ്ങളെക്കുറിച്ചാണ് അടുത്ത എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്നത്.